ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ലൈഫിലെ ഒരു വലിയ ആഘോഷമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ വളകാപ്പ് പ്രിപ്പറേഷൻ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഫംഗ്ഷൻ തിരുവോണ ദിവസം നടത്താനാണ്. അത് ഇരട്ടി സന്തോഷമാണ്. ഒരു ഭാഗത്ത് ഓണത്തിന്റെ ഒരുക്കങ്ങളും മറുവശത്ത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിലൊന്നും. അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ല ഫംഗ്ഷന്. ആശന്റെ വീട്ടിൽ നിന്ന് അമ്മയും ശ്രീകുട്ടനും, പിന്നെ എൻ്റെ മമ്മിയും സുട്ടുവും, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും കലാക്കിയും. അങ്ങനെ ചെറിയൊരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ നിന്ന് എല്ലാവരും തലേന്ന് എത്തത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ പരിപാടിക്ക് 2 ദിവസം മുൻപേ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വീടൊക്കെ വൃത്തിയാക്കൽ, ചെറിയ ചെറിയ ഷോപ്പിങ്ങുകൾ, ഇതൊക്കെ സന്തോഷത്തോടെ ചെയ്തു. കാരണം ഓരോ ഒരുക്കവും എനിക്ക് വലിയൊരു ഓർമ്മയായി തീരുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോയിൽ ആ ഒരുക്കങ്ങളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ തുടങ്ങാം. എൻ്റെ വളകാപ്പ് ഒരുക്കങ്ങൾ. വലിയൊരു ആഘോഷം വീട്ടിൽ നടക്കാൻ പോകുമ്പോൾ ആദ്യം വീടെല്ലാം വൃത്തിയാക്കണമല്ലോ. ഫസ്റ്റ് കർട്ടണുകൾ എല്ലാം അഴിച്ചു കഴുകാനിട്ടു. പിന്നെ അടുക്കള വൃത്തിയാക്കാനാണ് കയറിയത്. ഷെൽഫുകളും ഫ്രിഡ്ജും എല്ലാം ഡീപ് ക്ലീൻ ചെയ്ത് എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങളെല്ലാം കളയാൻ മാറ്റിവെച്ചു. പിന്നെ സ്റ്റൗവ് ഫുൾ ക്ലീൻ ചെയ്തു. പാചകവും ക്ലീൻ ചെയ്തപ്പോൾ തന്നെ പാതി ക്ലീനിങ് പ്രോസസ് കഴിഞ്ഞു. പിന്നെ വളകാപ്പിന്റെ അന്ന് ഉടുക്കാനുള്ള സാരി പെട്ടിയിൽ നിന്ന് എടുത്ത് കഴുകി ഉണക്കാനിട്ടു. ഏതൊരു ഫംഗ്ഷൻസ് വന്നാലും നമ്മൾ പെൺപിള്ളേര് ആദ്യം ചെയ്യുന്നത് കയ്യിൽ മെഹന്തി ഇടും. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം സായിയെ കൊണ്ട് മെഹന്തി ഇടിയിച്ചു. നേരത്തെ തന്നെ ഡിസൈൻസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിറം കൂടുതൽ കിട്ടാൻ വേണ്ടി ആശിഷ് ഷുഗർ സിറപ്പ് ഇട്ട് തന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയത് വെളുപ്പിന് 4 മണിയായി. അടുത്ത ദിവസം രാവിലെ, അതായത് തിരുവോണത്തലേന്ന് രാവിലെ തന്നെ ഞാൻ തെർമോകോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡെക്കറേഷന് വേണ്ടി ഒരു അമ്മയും കുഞ്ഞും കൂടിയുള്ള ഒരു ഫോട്ടോ നേരത്തെ നോക്കി വെച്ചിരുന്നു. സോ അത് വെച്ച് ചെയ്യാമെന്ന് കരുതി. രാവിലെ തന്നെ എല്ലാവരും എത്തിയിരുന്നു. എല്ലാവരും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതായതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ എല്ലാവരും നല്ലപോലെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഫ്രഷായി. വൈകുന്നേരമായപ്പോൾ പതിയെ എല്ലാവരും ഒന്നിച്ച് ഓണസദ്യയുടെ ഒരുക്കങ്ങൾ തുടങ്ങി. ഒരുപാട് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. ഓണം വീട്ടിൽ ആഘോഷിക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണല്ലോ. അതിനോടൊപ്പം വളകാപ്പ് ഫംഗ്ഷൻ കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഓർക്കുമ്പോൾ തന്നെ എക്സൈറ്റ്മെന്റ് ആണ്. തലേ ദിവസം കുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ കുക്ക് ചെയ്തു വെച്ചു. പിറ്റേന്നത്തേക്ക് ഉള്ളതൊക്കെ പച്ചക്കറികൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. ഇതിനിടയിൽ ഞാൻ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ലല്ലോ. അടുത്തത് വളകാപ്പ് ഫംഗ്ഷന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആശും വിനീതും ശ്രീകുട്ടനും ചേർന്ന് ഡെക്കറേഷൻ ഐറ്റംസ് ഫിക്സ് ചെയ്യാൻ തുടങ്ങി. പൂക്കളും തെർമോക്കോളും കൊണ്ടുണ്ടാക്കിയ അമ്മയും കുഞ്ഞും. ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഐറ്റംസ് ഫിക്സ് ചെയ്യുമ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടി വരികയായിരുന്നു. അങ്ങനെ ഏകദേശം ഡെക്കറേഷൻ വർക്കുകൾ തീർന്നപ്പോഴേക്കും വെളുപ്പിനെ 2:30 ഞങ്ങൾ ഉറങ്ങാനും. അങ്ങനെ ഇന്നത്തെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം തന്നെ എന്റെ വളകാപ്പ് ഫംഗ്ഷൻ തുടങ്ങാനിരിക്കുന്നു. കൂട്ടത്തിൽ ഓണം കൂടി സെലിബ്രേറ്റ് ചെയ്യണം. അതിന്റെ സ്പെഷ്യൽ മൊമെന്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.